മാധവ ഉത്സവത്തിനേതാ പടം? കോട്ടയം കുഞ്ഞച്ചനാ പറഞ്ഞിരിക്കുന്നത്. എന്താ മാധവ? മാധവന് ഇത്തിരി പൈസയുടെ ആവശ്യം. ഉത്സവം പ്രമാണിച്ച് പുതിയ പടം ഇറക്കാനാണെന്ന്. തരാനുള്ളത് തിരികെ തന്നിട്ട് പോരെ മാധവ, പുതിയ പടം ഇറക്കലൊക്കെ. അടുത്ത ഓട്ടം കഴിയുമ്പം തിരിച്ചു തന്നേക്കാം മേനോ സാറേ. ഉത്സവത്തിന് നല്ല ആള് കയറും. താൻ ഈ കളക്ഷൻ്റെ കാര്യം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ടേ കുറച്ചു കാലമായി. അയ്യോ, തരാനുള്ളതൊക്കെ എന്ത് തന്നു തീർക്കാന്നാ വിചാരം? ഞാൻ തന്നു. ഓജ എന്തോ നടത്തുക. ശരി, ഇത്തവണ കൂടി ഞാൻ കാശ് തരാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. അച്ഛാ, വെള്ളം ചോദിച്ചായിരുന്നോ? ആത്തേക്ക് കയറിപ്പോടി. ഒരു 100 തവണ വിളിച്ച വെളിയാക്കാത്തവള വെള്ളം വേണോന്ന് കയറിപ്പോയാത്തേക്ക്. ശത്രുക്കൾക്ക് പോലും വെള്ളം കൊടുക്കാറുണ്ട്. ഒരുങ്ങിക്കെട്ടി വന്നോളും ഓരോന്ന്. അതെങ്ങനെയാ? മൂത്തവളെ കണ്ടല്ലേ പഠിക്കൂ അല്ലേ? മാധവനൊന്നും പറഞ്ഞില്ല. അല്ല മേനോ സാറേ, ഈ നിബന്ധന എന്ന് പറയുമ്പോൾ ഈ വരുന്ന മീനം 23-ാം തീയതി, അതായത് 8ാം ഉത്സവത്തിൻ്റെ അന്ന് താൻ എനിക്ക് തരാനുള്ള പണം മൊത്തം വേണ്ട, 3/4 ഭാഗമെങ്കിലും തിരിച്ചു തരാമെങ്കിൽ പണം ഞാൻ തരാം. ഞങ്ങൾ തന്നോളാം. ഇവൻ്റെ വായൊന്നല്ല, മാധവൻ തന്നെ പറയണം. ദാ ഉറപ്പിക്കണോ? പറഞ്ഞു. ഞാൻ തന്നോളാം മേനോ സാറേ. ഗോവാച്ച, അതിലൊരു ഒപ്പ് വെച്ചിട്ട് ഗോവാച്ചൻ്റെ അടുത്ത് വാങ്ങിച്ചോ. ഓ, കയ്യിലോട്ടിട്ടു. എൻ്റെ മാധവ, പറഞ്ഞ സമയത്ത് പണം ഇങ്ങ് വന്നില്ലെങ്കിൽ പിന്നെ മേനോൻ ഭഗവാനാണ്, വില്ലനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്ഥലം ഞാനങ്ങ് എഴുതിയെടുക്കും. ഉത്സവത്തിന് കാണാൻ ടാറ്റാ. അല്ല, ഒരു പാറ്റ കണ്ട വല്ലതും കാണണ്ട. ഭഗവാന്റെ കയ്യിൽ തോക്കണ്ട അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ല. എടാ നീറാശാനും മാധവേട്ടനും ഞാൻ കണ്ടില്ല. സ്ഥലത്തെ പ്രധാനികൾ 2 പേരും ഉണ്ടല്ലോ. ഇന്നെന്താ നീറേ, പണിയൊന്നുമില്ലേ? ഇന്ന് പണി ഇവിടല്ലേ മേനോൻ സാറേ? നിങ്ങൾ നമ്മുടെ ചെക്കനെ എന്ത് ചെയ്തു? ഓ, അവന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നിരിക്കും. പറയുന്നത് ശരിയല്ലെന്ന് അറിയാൻ മേനോ സാറേ. എന്നാലും ഈ ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ചൂടെ? ക്ഷമിക്കണം പോലും. കൊണ്ടുപോടാ അവനെ. നാട്ടുകാർ ഈ വക സമ്പ്രദായത്തിൽ ഒരു മാറ്റൂല അല്ലേ? ബോംബെയില് ഇങ്ങനെയൊക്കെ തന്നെ. എത്ര ബോംബെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ഇവന്റെ കൂടെ കുറെ വിളഞ്ഞന്മാരും കൂടി ഉണ്ട്. എല്ലാറ്റിനെയും നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങളേടാ. എടോ മാധവ, തനിക്ക് ഉളുപ്പില്ലടോ. കാശ് ചക്കച്ചോള പോലെ എണ്ണി വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാണ്ടാവുമ്പോ കണ്ട പിള്ളേരെ വിട്ട് മോട്ടിക്കല്ല വേണ്ടത്. തൊണ്ടി സഹിതമാണ് അവനെ പിടിച്ചിരിക്കുന്നത് ഞാൻ. അവനെയൊക്കെ പിടിച്ച് അകത്താക്കുക വേണ്ടത്. നിർത്തണോ? കുറെ നേരമായപ്പം മേനോനെ, ഇതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോ. സൂര്യൻ ഉദിച്ച് ഉച്ചയിലെത്തിയ പിന്നെ പെരുപത്ത് കടവുകാരുടെ നാക്ക. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട. ഇപ്പൊ ഇതാ നല്ല കൂത്തായേ. ഉത്സവപ്പറമ്പ് ഇവനൊക്കെ കാട്ടിക്കൂടിയ തോന്നുന്ന വെറുതെ വിട്ടതാ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇവനെ അടിച്ചു കൊടുത്താൽ പ്രശ്നമില്ല. എന്നാ അതൊന്ന് കാണണമല്ലോ. കാണാം. ഗോച്ച, അയച്ചു വിടറോ. അല്ലടിയാം പറഞ്ഞു ചെയ്താ മതി. അയച്ചു വിടറോ. അതാ 2 കൂട്ടർക്കും നല്ലത്. മാറാ, അഴിക്കേ, ഇങ്ങോട്ടിറങ്ങാ.
എടാ ചെറുക്ക, ഇവനെ പോലുള്ള മരം കയറുകളുടെ കൂട്ടുപിടിച്ച് ഇവിടെ കയറി നരങ്ങാനാണ് ഭാവമെങ്കിൽ തീർത്തു കളയും എല്ലാറ്റിനെയും. ഉത്സവം കഴിഞ്ഞാൽ ശ്രീദേവിയുടെ കല്യാണം. അതിനു മുമ്പ് ഈ പരിസരത്ത് കണ്ടുപോകരുത് ഒരുത്തനെയും. മേനോനെ, ഇവന്റെ കൂടെ അവൾ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഈ പെരുവത്ത് കിടവത്തെ മണ്ണിൽ അവരൊരുമിച്ച് ജീവിക്കും. വാടാ വിനയ. വെല്ലുവിളിയൊക്കെ കൊള്ളാം, അത് പിള്ളേരുടെ കാര്യം. പക്ഷെ മാധവ, നമ്മുടെ കാര്യം മറക്കണ്ട. 8ാം ഉത്സവത്തിന് ഇനി അധികം നാളില്ല.